ഒരു കൊട്ടാരം പോലെ തോന്നിയിരുന്നു ആ വീട് അവൾക്ക്. പൂജാമുറി എന്ന് പറഞ്ഞ് അരുന്ധതി ഒരു മുറിയിലേക്ക് ആനയിച്ചപ്പോഴായിരുന്നു ഒരു ക്ഷേത്രം മുൻപിൽ കണ്ടതുപോലെയാണ് അവൾക്കപ്പോൾ തോന്നിയിരുന്നത്. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് വീണ്ടും അവളുമായി അരുന്ധതി നടുമുറിയിലേക്ക് വന്നിരുന്നു. എല്ലാവരും കൗതുകം നിറച്ച് അവളെ നോക്കുന്നുണ്ട്. ചിലർ അളക്കുന്നു, മറ്റു ചിലർ എവിടുന്ന് വന്നത് എന്ന നിലയിൽ നോക്കുന്നു. അങ്ങനെ പലരുടെയും മിഴികൾ തന്നിലാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോഴേക്കും അമ്മായി പാലും പഴവും ഇതിനു നൽകിയതിനു ശേഷം അവൾക്ക് നേരെ നീട്ടി. ഒരു നിമിഷം അവൾക്ക് മടി തോന്നിയിരുന്നു. പങ്കുവയ്ക്കലിൻ്റെ ആദ്യ നിമിഷമാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് ജീവിതത്തിൽ പങ്കുവയ്ക്കൽ തുടങ്ങേണ്ടതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് അങ്ങോട്ട്. പക്ഷേ 1 വർഷം മാത്രമുള്ള ഈ ജീവിതത്തിനിടയിൽ അങ്ങനെയൊന്ന് തങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല, അവൾ മനസ്സിലോർത്തു. പക്ഷേ തനിക്ക് വിമുഖത കാണിക്കുവാനും വയ്യ. ജീവിതം തീരെഴുതി കൊടുത്തു പോയില്ലേ. മടിയോടെയെങ്കിൽ അവൾ വാ തുറന്നിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം അല്പം പ്രായമായ ഒരു സ്ത്രീ വന്ന് അവളെ കൂട്ടി മുകളിലേക്ക് കൊണ്ടുപോയി. ഇതാണ് മിഥുൻ കുഞ്ഞിന്റെ മുറി, വളരെ വിനയത്തോടെ അവളോട് പറഞ്ഞു. ഞാനിവിടെ വർഷങ്ങളായിട്ടുള്ളതാണ്. ലക്ഷ്മി എന്ന പേര്. അരുന്ധതി കുഞ്ഞിനെ കൊണ്ടുവന്ന കാലം മുതൽ ഇവിടെയുണ്ട് ഞാൻ. വാത്സല്യത്തോടെയാണ് അവർ പറയുന്നത്. അവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ഇറങ്ങും, മോള് പേടിക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അരുന്ധതി കുഞ്ഞും മിഥുൻ കുഞ്ഞും മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ വാസുദേവൻ സാറും ഗിരിജ മേഡമും രാത്രിയിൽ കാണും, വേറെ ആരും ഉണ്ടാവില്ല. ആ മുറിയുടെ വലുപ്പമായിരുന്നു അവൾ നോക്കിയത്. അതിൻ്റെ വലുപ്പം അവളെ പേടിപ്പെടുത്തുന്നത് പോലെ തോന്നി. തങ്ങളുടെ വീട്ടിലെ മുഴുവൻ മുറികൾ ചേർന്നാൽ പോലും ഇത്രത്തോളം ആവില്ല എന്ന് അവൾ മനസ്സിലോർത്തു. അത്രയും വലുതായിരുന്നു ആ മുറി. അവൾക്കെന്തോ പോലെ. മുറി തുറന്നാൽ ചെറിയൊരു ബാൽക്കണിയാണ്. അവിടെ ചൂരിൽ കസേര ഇട്ടിട്ടുണ്ട്. മനോഹരമായ പൂക്കൾ കൊണ്ടും ഇൻഡോർ പ്ലാന്റ് കൊണ്ടും അലങ്കൃതമാണ്. റാന്തൽ പോലെ തോന്നുന്ന 2-3 ചെറിയ ബൾബുകളും ഇട്ടിട്ടുണ്ട്. അവിടെ ചെറിയൊരു അക്വേറിയവും ഉണ്ട്. ഞാൻ താഴോട്ട് ചെല്ലട്ടെ, മോള് വേഷമൊക്കെ മാറൂ. അത് പറഞ്ഞ് അവർ പോയപ്പോൾ അവളൊന്ന് തലയാട്ടി കാണിച്ചിരുന്നു. കുറച്ച് സമയങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ പകപ്പോടെ അവൾ നിന്നുപോയി. രാവിലെ മുതലുള്ള യാത്ര അവളെ വല്ലാതെ ക്ഷീണിതയാക്കിയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മായിയാണ് വന്നത്. രാവിലെ തൊട്ട് ക്ഷീണിച്ചിരിക്കുന്നതല്ലേ, വല്ലതും കഴിക്കണ്ടേ? രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായതല്ലേ, അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. മോളി ജ്യൂസ് കുടിക്കാൻ നോക്ക്. അവരുടെ കയ്യിലൊരു ജ്യൂസ് ഉണ്ടായിരുന്നു. ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടാവും ഒരു ഫോർമാലിറ്റിയും വിചാരിക്കാതെ തന്നപ്പോൾ തന്നെ അത് മുഴുവൻ ഒറ്റവലിക്ക് കുടിച്ചിരുന്നു. അത്രമാത്രം അവൾ ക്ഷീണിച്ചിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു ആൻറ്റി. അതിനെന്താ, കുളിക്കാം. പിന്നെ ആൻറ്റിയല്ല, അമ്മായി. മിഥുൻ അങ്ങനെയാണ് വിളിക്കുന്നത്, മോളും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. സമ്മതത്തോടെ അവൾ തലയാട്ടി. ഇതൊക്കെ ഊരാൻ ഞാനും കൂടി സഹായിക്കാം. 2 പേരും കൂടിയാണ് ആഭരണവും മേക്കപ്പും എല്ലാം അഴിച്ചത്. അഴിച്ച ആഭരണങ്ങളെല്ലാം അമ്മായിക്ക് നേരെ അവൾ പുഞ്ചിരിയോടെ നീട്ടിയിരുന്നു. എനിക്കെന്തിനാ മോളെ ഇതൊക്കെ മോളുടെയല്ലേ, ഇവിടെ വെച്ചാൽ മതി. എനിക്ക് ഇത്രയൊന്നും വേണ്ട. അതൊക്കെ കുട്ടിയുടെ ഇഷ്ടം. അവൻ കുട്ടിക്ക് വാങ്ങി തന്നതല്ലേ ഇതൊക്കെ. ഏതായാലും ഈ അലമാരയിലേക്ക് വെച്ചേക്കാം. ഗിരിജ തന്നെയാണ് അത് എടുത്ത് അലമാരയിലേക്ക് വെച്ചത്. കഴുത്തിൽ മഞ്ഞച്ചെരവിൽ കോർത്ത താലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മാല പോലും അണിഞ്ഞിട്ടില്ല. വല്ലാത്തൊരു മോചനം കിട്ടിയതുപോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. അതാണ് ബാത്റൂം, പോയി കുളിച്ചിട്ട് വാ. കബോർഡ് തുറന്ന് ക്രീം നിറത്തിലുള്ള ഒരു ചുരിദാർ എടുത്ത് കൊടുത്തുകൊണ്ട് അവരത് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതെന്തോ കേട്ടതുപോലെ അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിനുള്ളിലേക്ക് ചാടി കയറിയിരുന്നു. അതിനുള്ളിലെ സൗകര്യങ്ങളും അമ്പരപ്പ് ഉളവാക്കുന്നതായിരുന്നു. ബാത്ടബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ളിൽ. 1 മണിക്കൂർ നീണ്ട യജ്ഞമാണ് കുറച്ചു മുൻപ് കഴിഞ്ഞത്. ആഭരണങ്ങളും മേക്കപ്പും എല്ലാം മാറ്റി സ്വന്തം രൂപത്തിൽ എത്തിയിരിക്കുന്നത്. കുറെ സമയം തലയിലേക്ക് തണുത്ത വെള്ളം ധാരയായി വീണപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. അത് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പോയി. മനസ്സിലെരിഞ്ഞു തുടങ്ങിയ അഗ്നിയെ ഒന്ന് കെടുത്തുവാൻ ആ ജലത്തിന് കഴിവുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു ആശ്വാസം. വിസ്തരിച്ചുള്ള കുളി തന്നെയായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മുറിയിൽ മിഥുനെ കണ്ടിരുന്നു. ഒരു നിമിഷം തന്നെ കണ്ടതും അവൻ്റെ മുഖം ഗൗരവത്തിലാകുന്നത് മനസ്സിലാവാതെ ഒന്ന് നോക്കി. എന്താടോ ഇത്, എത്ര നേരമായി എന്നറിയോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്? തന്നെ എത്ര വട്ടം വിളിച്ചു, കേട്ടില്ലേ? ഞാൻ കേട്ടില്ല സർ. വെള്ളം വീഴുന്ന ഒച്ചയിൽ മറ്റൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, താൻ പോയി വല്ലതും കഴിക്ക്. അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സാറ് ഭക്ഷണം കഴിച്ചില്ലല്ലോ. ഞാനൊരു ജ്യൂസ് കുടിച്ചു, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വിശപ്പില്ല. അവളൊരു പുഞ്ചിരിയോടെ മിഥുനോടായി പറഞ്ഞു. കുളിച്ചിട്ട് ഒരുമിച്ച് കഴിക്കായിരുന്നു. അവനോടുള്ള അപരിചിതത്വം മാറുന്നത് അവൾ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ ഇനി മുതൽ സാറെന്ന് വിളിക്കരുത്. അതിൽ തന്നെ ഒരു ബഹുമാനമുണ്ട്.
മാത്രവുമല്ല ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം ഫീൽ ചെയ്യുന്നുണ്ട്. മിഥുനെന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ള എന്തേലും. സാറ് വേണ്ട. അമ്മയൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗൗരവത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പതറി. പേരെങ്ങനെ വിളിക്കുക? എന്നേക്കാളും പ്രായമുണ്ടല്ലോ. എങ്കിൽ മിഥുനേട്ടാന്ന് വിളിച്ചോളൂ. കണ്ണാ. പെട്ടെന്നാണ് മുറിയുടെ പുറത്ത് അമ്മയുടെ വിളി കേട്ടത്. പെട്ടെന്ന് മിഥുന് വാതിൽ തുറന്നു. എന്താ അമ്മേ? നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. ഭക്ഷണം തയ്യാറായി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അയാളോട് ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും കൂടെ വന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അവൻ അമ്മയോടായി സരയുവിനെ നോക്കി പറഞ്ഞു. എങ്കിൽ അത് മതി. നീ വേഗം കുളിച്ചിട്ട് വാ. മോൾക്ക് ക്ഷീണമാകും അല്ലേ? സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു. ഇല്ലമ്മേ, കുളിച്ചപ്പോൾ എല്ലാം മാറി. മിഥുൻ വന്നിട്ട് കഴിക്കാവോ എന്നൊന്നുമില്ല. മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വന്നോളൂ. ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ. വേണ്ടമ്മേ, കണ്ണേട്ടൻ കൂടെ വരട്ടെ. ഒരു നിമിഷം അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതപൂർവ്വം മിഥുൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്തോ അവൻക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്. എങ്കിൽ പിന്നെ അങ്ങനെയാവട്ടെ. അതും പറഞ്ഞ് അരുന്ധതി പോയപ്പോഴും മിഥുൻ്റെ ആ ഞെട്ടൽ മാറിയിരുന്നില്ല. മനസ്സിലാവാതെ അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ വിളിച്ചേ? അമ്പരപ്പോടെ ചോദിച്ചു അവൻ. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്ന ഗൗരവം അവളെ ഒന്ന് ഭയപ്പെടുത്തി. കണ്ണേട്ടന് കുഴപ്പമുണ്ടോ? അമ്മ മാത്രമേ എന്നെ കണ്ണ എന്ന് വിളിക്കാറുള്ളൂ. അത് കുട്ടിക്കാലം മുതലേ വിളിച്ചു തുടങ്ങിയതാണ്. പെട്ടെന്ന് മറ്റൊരാൾ വിളിച്ചപ്പോൾ എന്തോ ഒരു ഞെട്ടലുണ്ടായി. അതുകൊണ്ട് ചോദിച്ചതാ, അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. മിഥുൻ ചേട്ട എന്ന് വിളിക്കുമ്പോൾ എനിക്ക് സാറിനെ തന്നെ വിളിക്കുന്നത് മനസ്സിലാവില്ലേ? ഇത്രയും വലിയ ഒരാളെ അങ്ങനെയൊക്കെ വിളിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടാ. ഇതാകുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു പേരല്ലേ, മറ്റൊരാളെ വിളിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ടാ അങ്ങനെ വിളിച്ചത്. അവൾ എന്തോ ഓർത്ത് പറഞ്ഞു. അമ്മ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണെങ്കിൽ ഞാൻ വിളിക്കില്ല. വേണ്ട, വിളിച്ച സ്ഥിതിക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. നല്ല രസമുണ്ട് കേൾക്കാൻ. ഐ ആം ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ എന്നെ വിളിക്കാനും ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ ചോദിച്ചതാ. ചെറുചിരിയോട് അവനത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി നാമ്പിട്ടിരുന്നു. മിഥുൻ കുളിക്കുന്ന സമയം കൊണ്ട് ആ മുറിയും ബാൽക്കണിയും ഒക്കെ കാണുകയായിരുന്നു സരയു. തടിയിൽ തീർത്തതാണ് വീട്. ചുവരുകളും തറയും പോലും തടിയുടെ ആവരണമുണ്ട്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പഴമ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് മിഥുനെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അത് മുറിയിലെ പല കാര്യങ്ങളും അവളെ മനസ്സിലാക്കി കൊടുത്തു. അവൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ പോലും 60,000 രൂപയിൽ കൂടുതൽ ഉള്ളതാണെന്ന് അവൾ അറിഞ്ഞു. അവളൊന്ന് ഞെട്ടുകയും ചെയ്തിരുന്നു. ഇവരൊക്കെ എത്രയാണ് ആഡംബരത്തിന് വേണ്ടി കളയുന്നത്? ഈ രൂപയുണ്ടെങ്കിൽ സാധാരണക്കാരെ എന്തൊക്കെ ചെയ്തേനെ. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുറിയിൽ അവളെ കണ്ടിരുന്നില്ല മിഥുൻ. ഇവളിതെവിടെ പോയി? നോക്കിയപ്പോൾ ബാൽക്കണിയുടെ വാതിൽ തുറന്ന് കിടപ്പുണ്ട്. എന്തോ ചിന്തിച്ചുകൊണ്ട് മീനുകളെ നോക്കി നിൽക്കുകയാണ്. മുടി ചീകി ടീഷർട്ട് എടുത്തണിഞ്ഞ് എപ്പോഴും ധരിക്കാറുള്ളത് പോലെ ഷോർട്സും കൂടെ ഇട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. മുണ്ടും ഷർട്ടും ഒന്നണിഞ്ഞ് അങ്ങനെ അധികം ശീലമില്ല. അതുകൊണ്ട് തന്നെ അത് പരിചയവുമില്ല. ഹലോ. ബാൽക്കണിയിലേക്ക് വന്ന് അവൻ വിളിച്ചപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത്. എന്താണൊരു ആലോചന? വീട്ടിലെ കാര്യമാണോ? പറഞ്ഞത് ശരിയാ, വീട്ടിലെ കാര്യമാ ഓർത്തത്. അവരെത്തിയിട്ടുണ്ടാവില്ല. വിളിച്ചാലും റേഞ്ച് കിട്ടില്ല. ട്രെയിനിലാകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമ്പോഴേക്കും വൈകിട്ടത്തേക്ക് എത്തും. ആ സമയത്ത് വിളിക്കാം. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ചടങ്ങുകളൊക്കെ ഉണ്ട് എന്ന് അമ്മായി പറയുന്നത് ഞാൻ കേട്ടിരുന്നു. തൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ എത്ര ദിവസം കഴിഞ്ഞാണ് എന്ന് എനിക്കറിയില്ല. മീനുകൾക്ക് തീറ്റയിട്ടുകൊണ്ട് മിഥുൻ പറഞ്ഞു. അവിടേക്ക് വരുമോ? എൻ്റെ വീട്ടിലേക്ക്? അവൾ അവനോടായി ചോദിച്ചു. അത്ഭുതത്തോടെയാണ് അവൾ അത് ചോദിച്ചത്. വന്നല്ലേ പറ്റൂ. ചടങ്ങല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാകണ്ടേ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. താൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? വയറിൽ തടവി അവൻ പറഞ്ഞു. വരുന്നു. അവനെ അനുഗമിക്കുമ്പോൾ അറിയും തോറും മിഥുൻ എന്ന വ്യക്തിയോടുള്ള അകലം കുറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് അരുന്ധതിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും അവിടവും ആളും ആരവും ഒഴിഞ്ഞ് നിശബ്ദമായിരുന്നു. അമ്മാവനും അമ്മായിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മക്കളെ വാ, ഇരിക്ക്. അരുന്ധതി തന്നെയാണ് രണ്ടുപേർക്കും ഇരിപ്പിടം നീക്കി കൊടുത്തതും. തൂഷനിലയിട്ട് ചോറ് വിളമ്പുമ്പോൾ മിഥുന് അമ്മയെ ഒന്ന് തടഞ്ഞു. ഞാനിപ്പോൾ ചോറ് കഴിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയാലോ. ഒന്ന് പോടാ. ഇന്നിത്തിരി സദ്യ കഴിച്ചാൽ എന്താ കുഴപ്പം? അത് നിന്റെ ഡയറ്റിനെ ബാധിക്കാൻ പോകുന്നില്ല. ഇന്ന് നിന്റെ വിവാഹ ദിവസമാണ്. ഇത്തിരി പായസമൊക്കെ കൂട്ടി ഒരു സദ്യ കഴിക്കേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ്.
അവന്റെ എതിർപ്പിനെ വകവയ്ക്കാതെ നിലയിലേക്ക് ചോറ് വിളമ്പിയിരുന്നു അവർ. തൂഷനിലയിൽ വിളമ്പിയ കുത്തരി ചോറിന്റെ മുകളിലേക്ക് വെങ്കായം സാമ്പാർ ഒഴിച്ച് വായിലേക്ക് വയ്ക്കുന്നതിനു മുൻപ് അരുന്ധതി തടഞ്ഞു. ആദ്യമുള്ള ഭാര്യയ്ക്ക് ഇനി മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കണം രണ്ടുപേരും. പുഞ്ചിരിയോടെയാണ് അരുന്ധതി പറഞ്ഞത്. അതിന്റെ ആദ്യപടിയാവണം ഇത്. നീ കഴിക്കുന്നതിലല്ല, അവൾ സമയത്ത് കഴിച്ചോ എന്നതിന് വേണം ഇനി പ്രാധാന്യം കൊടുക്കാൻ. നിന്നെ മാത്രം വിശ്വസിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്ന കുട്ടിയാണ് സരയു. അവൾക്കൊരു വേദന ഉണ്ടാവാൻ പാടില്ല. അമ്മ പോയാലും നിനക്ക് മോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സരയുവിൻ്റെയും മിഥുൻ്റെയും ഹൃദയത്തിൽ തന്നെയായിരുന്നു ആ വാക്കുകൾ ഉടക്കിയത്. എത്രയൊക്കെ പറഞ്ഞാലും അമ്മയുടെ രോഗം ചിലപ്പോഴെങ്കിലും ഞാൻ മറന്നു പോകുന്നു. വീണ്ടും വീണ്ടും അമ്മ അത് കൃത്യമായി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മിഥുനൊന്ന് ചിന്തിച്ചുപോയി. സരയു വിയർത്തി തുടങ്ങിയിരുന്നു. ഇങ്ങനെയൊരു അവസരത്തെപ്പറ്റി അവൾ ചിന്തിച്ചിരുന്നില്ല, വേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു. മിഥുന്റെ അടുത്ത നീക്കം എന്തെന്നറിയാനായി അവൾ കാത്തു.